നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വനവിസ്തൃതി വർദ്ധിപ്പിക്കണമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇടുക്കി പോലുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായും വനമാകും. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാത്തതുകൊണ്ട് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആശ്വസിക്കാമെന്നും ജോയ്സ് ജോർജ്. ജപ്തി നടപടിക്കിടെ ആത്മഹത്യ ചെയ്ത വീട്ടമ്മയുടെ മൃതദേഹവുമായി SNDP യോഗം പ്രവർത്തകർ നെടുങ്കണ്ടം സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധിച്ചു. സമരം ഷീബയുടെ ആശ്രിതർക്ക് ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് 22-ന് ഹിയറിംഗ് നിലനിൽക്കെ തിടുക്കപ്പെട്ട് ജപ്തി നടപടിയിലേക്ക് നീങ്ങിയത് വ്യക്തമാക്കണമെന്നും നേതാക്കൾ. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDYF കട്ടപ്പനയിൽ യുവാവേശം സംഘടിപ്പിച്ചു. ഇടുക്കിയിൽ എതിരില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഡീൻ കുര്യാക്കോസ് എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം. ഇടമലക്കുടി പഞ്ചായത്തിലെ വീടുകളുടെ രണ്ടാം ഘട്ട വൈദ്യുതീകരണ പദ്ധതി 1.5 വർഷമായി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. 1.5 വർഷം മുമ്പ് ആരംഭിച്ചത് പഞ്ചായത്തിലെ കണ്ടത്തിക്കുടി, ഷെഡ്ഡുകുടി, അമ്പലപ്പടി, നടുക്കുടി, ആണ്ടവൻകുടി എന്നിവിടങ്ങളിലെ 150 വീടുകളിൽ വൈദ്യുതി എത്തിക്കുന്ന പദ്ധതി. വിശദമായ വാർത്തകൾ. വനവിസ്തൃതി വർദ്ധിപ്പിക്കണമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇടുക്കി പോലുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായും വനമാകും. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാത്തതുകൊണ്ട് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആശ്വസിക്കാമെന്നും ജോയ്സ് ജോർജ് HCN സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ പറഞ്ഞു. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം തിങ്കളാഴ്ച വൈകിട്ട് HCNന്റെ 6 മണി വാർത്തയ്ക്കും 8 മണി വാർത്തയ്ക്കും ശേഷവും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണി വാർത്തയ്ക്ക് ശേഷവും സംപ്രേഷണം ചെയ്യുന്നതാണ്. എണ്ണം പെരുകിയാൽ കൊല്ലുകയല്ലാതെ അല്ലെങ്കിൽ അതിന് ഒഴിവാക്കണം. ഒരാളെ ആന ചവിട്ടി കൊല്ലുന്നു അല്ലെങ്കിൽ ഒരു വന്യമൃഗ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അയാൾ മരിക്കുന്നു എന്നല്ല. അയാൾ മരിക്കുന്നതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല. അയാൾക്കൊരു കുടുംബമുണ്ട്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 10,000 കണക്കിന് തെറി ഈ നാട്ടുകാർ മുഴുവൻ വിളിച്ചു. ഞാൻ ആനയ്ക്കെതിരെ നിൽക്കാമെന്ന്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ മറുവശത്ത് ഇരകളാക്കപ്പെടുന്ന ജനങ്ങളുണ്ട്. വയനാട്ടിലെ പെൺകുഞ്ഞിൻ്റെ ആ രോദനം എത്രയോ മുമ്പ് നമ്മളും പറഞ്ഞതാണ്, ചങ്കുപൊട്ടി തന്നെ പറഞ്ഞതാണ്. മനുഷ്യൻ കാട്ടിക്കയറി കുഴപ്പമുണ്ടാക്കി എന്നുള്ളൊരു പൊതുബോധത്തിലാണ് ഇവിടെ ആളുകൾ മുഴുവൻ നിൽക്കുന്നത്. കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ പിന്നെ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളൊക്കെ എപ്പോൾ പൂർണ്ണമായും വനമായി എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അത് ഇടുക്കിക്കാരാണ് ആലോചിക്കേണ്ടത്. ആ പ്രകടന പത്രിക അംഗീകരിച്ച് വോട്ട് ചെയ്യണോ വേണ്ടിയെന്നുള്ളത്. കോൺഗ്രസ്സൊക്കെ ഒരിക്കലും പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാറില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ആശ്വസിക്കാം. നമ്മളുടെ സാധ്യത ടൂറിസമാണ്. നമ്മൾ ടൂറിസവും കൃഷിയും കൂടി സമന്വയിപ്പിക്കണം. വളരെ സമഗ്രമായൊരു കാഴ്ചപ്പാടും ഒരു കർമ്മ പദ്ധതി എൻ്റെ മുന്നിലുണ്ട്. ജപ്തി നടപടിക്കിടെ ആത്മഹത്യ ചെയ്ത വീട്ടമ്മയുടെ മൃതദേഹവുമായി SNDP യോഗം പ്രവർത്തകർ നെടുങ്കണ്ടം സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധിച്ചു. ഷീബയുടെ ആശ്രിതർക്ക് ജോലി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. 22-ന് ഹിയറിംഗ് നിലനിൽക്കെ തിടുക്കപ്പെട്ട ജപ്തി നടപടിയിലേക്ക് നീങ്ങിയത് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അപകടം നടന്നത് പോലീസിന്റെ തെറ്റായ ഇടപെടൽ മൂലമാണെന്നും ഷീബയെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് സഹായിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം സ്വദേശിയായ ഷീബ ദിലീപ് ജപ്തി നടപടിക്കിടെ സ്വയം തീ കൊളുത്തിയത്. തുടർന്ന് ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. മൃതദേഹം വഹിച്ച ആംബുലൻസുമായി SNDP യൂണിയൻ ബാങ്കിന് മുൻപിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ഷീബ ദിലീപിന്റെ കുടുംബം ഭൂമി വാങ്ങിയപ്പോൾ 15 ലക്ഷം രൂപയാണ് വായ്പ നിലനിന്നിരുന്നതെന്നും അത് 66 ലക്ഷം രൂപയിൽ അധികമായത് എങ്ങനെയാണെന്ന് ബാങ്ക് വ്യക്തമാക്കണമെന്നും SNDP നെടുങ്കണ്ടം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് ആവശ്യപ്പെട്ടു. ഒരു ജപ്തിയായിട്ട് അങ്ങോട്ട് പറഞ്ഞു, ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കും പറഞ്ഞ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റും അവിടെ ജപ്തിയായിട്ട് പറഞ്ഞു. ഞങ്ങൾക്കറിയാം അവിടെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി. ഇത് നല്ല ജപ്തിയായിട്ട് അടുത്ത ദിവസം സൗത്ത് ഇന്ത്യൻ ബാങ്കുകാരൊക്കെ കടന്നു പോകാം, ഞങ്ങൾക്ക് നോക്കാം, ബലാബലം നോക്കാം. അതുകൊണ്ട് രണ്ടാമതായുള്ളൊരു കാര്യം, ബാങ്കിന്റെ നടപടികൾ ഒരു രീതിയിലും മുമ്പോട്ട് കളയാൻ പറ്റില്ല. ഈ ഷീബ ദിലീപിന്റെ ആശ്രിതരായ ഒരു കുട്ടിക്കെങ്കിലും പണി കൊടുക്കാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് തയ്യാറായേ മതിയാകത്തുള്ളൂ. ഒരു ജീവനാണ് നിങ്ങൾ വിലക്ക് വാങ്ങിച്ചിരിക്കുന്നത്. അതല്ലാതെ ഞങ്ങൾ പുറകോട്ട് പോകത്തില്ല. അല്ലെങ്കിൽ ഈ ബാങ്ക് ഇവിടെ സുഗമമായി പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഇടിവണ്ടി ചിലപ്പോൾ ഡെയിലി ഇട്ടേക്കേണ്ടി വരും. ഹിയറിംഗിന് സമയം നിലനിൽക്കെ പോലീസിന്റെ സഹായത്തോടെ തിടുക്കപ്പെട്ട ജപ്തി നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. പ്രതിഷേധ സമരത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വരും ദിവസങ്ങളിലും വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ പ്രതിഷേധ സമരങ്ങൾ നടക്കും. നെടുങ്കണ്ടത്ത് ജപ്തി നടപടിയെ തുടർന്ന് വീട്ടമ്മയെ ആത്മഹത്യ ചെയ്ത സംഭവം മലയോര ജനത വലിയ ഞെട്ടലോടെയാണ് കാണുന്നതെന്ന് DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ. സംസ്ഥാന സർക്കാരിന് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും ധനകാര്യ സ്ഥാപനങ്ങൾക്കുമെതിരെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെമ്പാടും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഇബ്രാഹിം കുട്ടി കല്ലാർ പറഞ്ഞു.
സാധാരണക്കാർക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ സഹോദരിയുടെ ഈ ഏറ്റവും ദാരുണമായിട്ടുള്ള ഈ മരണം എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. കാരണം ഇവിടെ ഇലക്ഷൻ പ്രോട്ടോക്കോൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മൂർധന്യമായിട്ടുള്ള അവസരത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന പോലീസ് സംവിധാനം, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംവിധാനം പോലീസിന് വിതരണം ചെയ്ത് ബന്ധപ്പെട്ട തഹസീൽദാർ ഉൾപ്പെടെയുള്ള ആളുകളെ അറിയിച്ചിട്ടാണ് ഈ ജപ്തി നടപടിയിലേക്ക് ബാങ്ക് കടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഗുരുതരമായിട്ടുള്ള നിലപാടാണ് ഈ ഗവൺമെൻറ് ഈ കാര്യത്തിൽ എടുത്തത് എന്ന കാര്യമാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമായി മാറിയിരിക്കുന്നത്. ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ജപ്തി നടപടികൾ ഈ ഇലക്ഷൻ ഘട്ടത്തിൽ പോലും നടത്തുമ്പോൾ മറ്റ് സമയങ്ങളിൽ എന്തായിരിക്കും ഇവർ കാണിക്കാൻ പോകുന്നത് എന്നതാണ് ഈ നാട്ടിലെ കൃഷിക്കാരുടെ ഉദ്യോഗം. കർഷകരെങ്ങനെ മുമ്പോട്ട് പോകും? ഇടുക്കിയിൽ എതിരില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഡീൻ കുര്യാക്കോസ് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം. UDYF യുവാവേശം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു. ടൗൺ ഹാൾ പരിസരത്ത് നിന്നും പ്രകടനമായി ടൗൺ ചുറ്റിയാണ് പ്രവർത്തകർ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിലെത്തിയത്. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിൽ എതിരില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഡീൻ കുര്യാക്കോസ്. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യമെന്നും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തെ ഏതെല്ലാം സർവേ ഏജൻസികൾ എന്തെല്ലാം സർവേ നരേന്ദ്രമോദിക്ക് വേണ്ടി ചെയ്തു കൊടുത്താലും ഈ ജൂൺ മാസം 4-ാം തീയതി ഈ രാജ്യത്തിന്റെ പൊതുതെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച ഈ രാജ്യത്ത് പുതിയൊരു സർക്കാർ രൂപം കൊടുക്കുമ്പോൾ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുവാനായി ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ക്ഷണിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നല്ല, അത് സാക്ഷാൽ രാഹുൽ ഗാന്ധി എന്നായിരിക്കും. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോ അദ്ദേഹത്തോടൊപ്പം ഇടതോളം ചേർന്ന് നിന്ന ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി, ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ഇടുക്കിയുടെ മണ്ണിൽ നിന്ന് ഒരിക്കൽ കൂടി ഡീൻ കുര്യാക്കോസ് 2 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോകുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, മറ്റു നേതാക്കളായ ഇബ്രാഹിം കുട്ടികല്ലാർ, MN ഗോപി, അഡ്വക്കേറ്റ് AB, സുധീർ PH, ജോബിൻ ഐമനം, റോബർ പൂച്ചക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ വിജയത്തിനായി LDF ചെമ്പകപ്പാറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് LDF ചെമ്പകപ്പാറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പാർലമെന്റിൽ അത് ഉന്നയിക്കപ്പെടാൻ വേണ്ടി കഴിവുള്ള പ്രാപ്തമായ ആളുകൾ ഉണ്ടാവണം. ആ പ്രാപ്തമുള്ള ആളുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കേന്ദ്ര നിയമങ്ങൾ മാറ്റാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോയാൽ, പ്രമേയം പാസാക്കിയാൽ അക്രമകാരികളായ ആനയെ വെടിവെച്ചു കൊല്ലാൻ, അക്രമകാരികളായ വന്യമൃഗങ്ങളെ ആക്രമിക്കുന്നതിനെ കൊലപ്പെടുത്താനുള്ള നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന നിയമം പാസാക്കണമെങ്കിൽ ആ കേന്ദ്ര നിയമങ്ങൾക്കെതിരായി സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് ഇന്ത്യൻ പാർലമെന്റ് ഉന്നയിക്കണം. അങ്ങനെ പാർലമെന്റിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ബൂത്തുകൾക്ക് ശക്തി പകരാൻ കഴിയുന്ന ഒരു ജനപ്രതി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ കേരളത്തിൽ പറയുമ്പോൾ അത് നടപ്പാക്കാൻ എന്റെ സംസ്ഥാനത്ത് അനുവദിക്കില്ല എന്ന് പറയാൻ ആർജവമുള്ള ഒരു MP ഉണ്ടാവണം. ആ MPയുടെ പേരാണ് ജോയ്സ് ജോർജ്. അതുകൊണ്ടാണ് ആ ജോയ്സ് ജോർജാണ് കരുത്തരെന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്നത്. കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലാലച്ചൻ വെള്ളക്കട അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം TM ജോൺ മുഖ്യപ്രഭാഷണം നടത്തി.
ഇലക്ഷൻ മേഖലാ കൺവീനർ ജോയ് ജോർജ്, CPI ലോക്കൽ സെക്രട്ടറി ബെന്നി മുത്തുമാംകുഴി, CPM ലോക്കൽ സെക്രട്ടറി KD രാജു, സിനി മാത്യു, രജനി സജി, സനില ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടമലക്കുടി പഞ്ചായത്തിലെ വീടുകളുടെ രണ്ടാംഘട്ട വൈദ്യുതീകരണ പദ്ധതി 1.5 വർഷമായി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. പഞ്ചായത്തിലെ കണ്ടത്തിക്കുടി, ഷെഡുകുടി, അമ്പലപ്പടിക്കുടി, നടുക്കുടി, ആണ്ടവൻകുടി എന്നിവിടങ്ങളിലെ 150 വീടുകളിൽ വൈദ്യുതി എത്തിക്കുന്ന പദ്ധതിയാണ് 1.5 വർഷം മുമ്പ് ആരംഭിച്ചത്. എന്നാൽ പദ്ധതി പൂർത്തീകരണം ഇനിയും സാധ്യമായിട്ടില്ല. പദ്ധതി നടത്തിപ്പിനായി 2022 മാർച്ചിൽ പഞ്ചായത്ത് 40 ലക്ഷം രൂപ വൈദ്യുതി വകുപ്പിൽ അടച്ചിരുന്നു. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം 1.5 വർഷം മുൻപാണ് വൈദ്യുത വകുപ്പ് പണികൾ ആരംഭിച്ചത്. എന്നാൽ 1.5 വർഷം കൊണ്ട് കണ്ടത്തിക്കുടി സെറ്റിൽമെന്റിലെ വീടുകളിൽ മാത്രമാണ് വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞത്. ബാക്കി സെറ്റിൽമെന്റുകളിലെ വൈദ്യുതീകരണ പദ്ധതി 1.5 വർഷമായി നിലച്ചു കിടക്കുകയാണ്. ഒന്നാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി സൊസൈറ്റിക്കുടി, ഇടലിപ്പാറ, ഷെഡുകുടിയുടെ ഒരു ഭാഗം എന്നിവിടങ്ങളിലെ വീടുകളിൽ 3 വർഷം മുമ്പ് വൈദ്യുതി എത്തിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ മഴക്കാലം തൊട്ട് ഇവിടേക്കുള്ള റോഡ് തകർന്നു കിടക്കുകയും പിന്നീട് കഴിഞ്ഞ 6 മാസമായി ഇടമലക്കുടിയിലേക്കുള്ള റോഡിന്റെ കോൺക്രീറ്റ് പണികളും നടന്നുവരുന്നതിനാൽ വൈദ്യുതി തൂണുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ എത്തിക്കാൻ കഴിയാത്തതാണ് തടസ്സമായതെന്ന് വൈദ്യുതി വകുപ്പ് അധികൃതർ പറയുന്നു. പദ്ധതിയുടെ ഭാഗമായി 200 വൈദ്യുതി തൂണുകൾ മാസങ്ങൾക്ക് മുൻപ് പെട്ടിമുടിയിൽ എത്തിച്ചെന്നും കോൺക്രീറ്റ് പണികൾ പൂർത്തിയായാലുടൻ വൈദ്യുതീകരണ പണികൾ പുനരാരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഉപ്പുതറയിൽ മത്സര ഓട്ടത്തിനിടെ സ്വകാര്യ ബസ്സിന് പിന്നിൽ KSRTC ബസ് ഇടിച്ച അപകടം. മേഖലയിൽ ബസ്സുകളുടെ മത്സരയോട്ടം പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. അടുത്തിടെ 4ാമത്തെ അപകടമാണ് ഇവിടെ ഉണ്ടാകുന്നത്. വളക്കോട്ടിൽ നിന്നും കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിന് പിന്നിലാണ് KSRTC ബസ് ഇടിച്ചത്. ഉപ്പുതറ ചെറിയ പാലത്തിന് സമീപമായിരുന്നു അപകടം. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസിന്റെ പിന്നിൽ KSRTC നിയന്ത്രണം തെറ്റിവന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസിന്റെ പിൻഭാഗത്തെ ചില്ലുകളും KSRTC ബസിന്റെ മുൻഭാഗത്തെ ചില്ലുകളും പൂർണ്ണമായും തകർന്നു. സ്വകാര്യ ബസ് യാത്രക്കാരെ കയറ്റാൻ നിർത്തിയതിനു പിന്നാലെ KSRTC ബസ് സ്വകാര്യ ബസിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഉപ്പുതറ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെയും KSRTC ബസ്സുകളുടെയും മത്സരയോട്ടം പതിവാണെന്ന നാട്ടുകാർ പരാതി ഉന്നയിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വണ്ടിപ്പെരിയാർ 62-ാം മൈലിന് സമീപം വീണ്ടും വാഹനാപകടം. എറണാകുളത്തു നിന്നും തമിഴ്നാട് പൂശാനംപെട്ടിക്ക് പോയ വാഹനം വീട്ടിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കുകളില്ല. എറണാകുളത്തു നിന്നും തമിഴ്നാട് പൂശാനംപെട്ടിയിലേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് നിഗമനം. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം 62-ാം മൈൽ സ്വദേശിയായ തോട്ടക്കര റെജിയുടെ വീടിന്റെ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനവും വീടിന്റെ ഒരു ഭാഗവും തകർന്നു. ഒരു കുടുംബത്തിലെ 4 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. കഴിഞ്ഞ 6 മാസത്തിനിടെ ഈ ഭാഗത്ത് 10ഓളം വാഹനാപകടങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു. പതിവായി വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് മൂലം റോഡിന്റെ വശങ്ങളിൽ താമസിക്കുന്നവർ ഭീതിയോടെയാണ് കഴിയുന്നത്. ഈ ഭാഗത്ത് ബാരിക്കേഡുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഉപ്പുതറ കണ്ണമ്പടിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച വൈദ്യുതി വേലികൾ കാട്ടാന നശിപ്പിച്ചതായി പരാതി. കാട്ടാനയുടെ ആക്രമണം തടയാൻ കണ്ണമ്പടിയുടെ വിവിധ മേഖലകളിൽ സ്ഥാപിച്ച വൈദ്യുതി വേലികൾ 2 വർഷമായി പ്രവർത്തനരഹിതമാണ്. എന്നാൽ ഇവ പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ഉപ്പുതറ കണ്ണമ്പടിയുടെ വിവിധ മേഖലകളായ കത്തിതേപ്പൻ, പുന്നപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിനു വേണ്ടിയാണ് വനംവകുപ്പ് വൈദ്യുതി വേലികൾ സ്ഥാപിച്ചത്. എന്നാൽ ഇവ 2 വർഷമായി പ്രവർത്തിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. മേഖലയിലെ ആളുകളുടെ കൃഷിദേഹണ്ഡങ്ങൾ കാട്ടാന പോലുള്ള വന്യമൃഗങ്ങൾ വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. ഇത് തടയുന്നതിനു വേണ്ടിയാണ് 2 വർഷം മുൻപ് വനംവകുപ്പ് വൈദ്യുതി വേലികൾ സ്ഥാപിച്ചത്. എന്നാൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കത്തിത്തേപ്പൻ ഭാഗത്തെ വൈദ്യുതി വേലികൾ നശിച്ചതായി നാട്ടുകാർ പറയുന്നു. കറണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് അടിച്ചിട്ട് വന്യമൃഗങ്ങളൊക്കെ തിരിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇത് കറണ്ടില്ല. അതിപ്പം ഇത് ആന തുമ്പിക്കൈ ഇട്ടിട്ട് വളച്ചൊടിച്ചതുകൊണ്ട് കമ്പി ഒടിച്ചിരിക്കുന്നതൊക്കെയാണ്. അത് ഇവരൊക്കെ ഒടിച്ചിട്ടാണ് അകത്ത് കയറി കൃഷിദേഹങ്ങൾ നശിപ്പിക്കുകയും വീടുകളുടെ നേരെ ആക്രമണമൊക്കെ ഉണ്ടാവുകയും രാത്രി ഒരു 12 മണിക്ക് ശേഷം ആളുകളൊക്കെ ഒന്നും ഉറങ്ങാറില്ല. പാതിരാത്രി കഴിയുമ്പോഴാണ് ആന ഇങ്ങനെ പറമ്പിലേക്ക് എത്തുന്നത്.
കത്തിത്തേപ്പൻ ഭാഗത്തെ വൈദ്യുതി വേലികൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിച്ചിട്ടും വനംവകുപ്പ് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. വന്യമൃഗങ്ങൾ കൂടുതൽ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിക്കുന്നതിന് മുൻപേ വൈദ്യുതി വേലികൾ പുനഃസ്ഥാപിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. കട്ടപ്പന ITI ജംഗ്ഷൻ ആശ്രമംപടി റോഡ് കോൺക്രീറ്റിന് തൊട്ടുപിന്നാലെ തടസ്സം വെച്ചിരുന്ന വസ്തുക്കൾ നീക്കി ഭാരവാഹനങ്ങൾ കയറ്റിയെന്ന് പരാതി. ITI കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന സ്വകാര്യ ചടങ്ങിനെത്തിയ ആളുകളാണ് റോഡിൽ വെച്ചിരുന്ന ഗതാഗത നിരോധന ബോർഡുകളും മറ്റു വസ്തുക്കളും നീക്കി ഭാരവാഹനങ്ങൾ കയറ്റിയത്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ ഷാജി കൂത്തോടി ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇത് ചെയ്തിട്ട് 3 ദിവസമായുള്ളൂ. ഏറ്റവും കുറഞ്ഞ 8 ദിവസം കഴിഞ്ഞ് ഭാരമില്ലാത്ത വാഹനം കയറ്റാൻ പറ്റുള്ളൂ. അത് 22 ദിവസം വേണം ഭാരമുള്ള വാഹനം കയറണമെങ്കിൽ. അതുകൊണ്ട് ആ വണ്ടി താഴെ ഇട്ടേച്ച് നിങ്ങൾ അവിടെ അങ്ങോട്ട് കയറ്റിക്കുക, ചെറിയ ഇടയേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഇട്ടേച്ച് നിങ്ങൾ കല്യാണ പരിപാടി ബുക്ക് ചെയ്താണ് നടത്തിക്കോളാൻ പറഞ്ഞു. അതിനാണ് ഈ പരിപാടി അറിയാൻ വരാത്തല്ല, നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ 14-ാം തീയതിയാണ് കട്ടപ്പന നഗരസഭ 28-ാം വാർഡിലൂടെ കടന്നുപോകുന്ന ITI കുന്ന് ആശ്രമംപടി റോഡ് കോൺക്രീറ്റ് ചെയ്തത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ കോൺക്രീറ്റ് പണികൾ പൂർത്തിയാക്കിയിരുന്നു. തുടർന്ന് റോഡിൽ വാഹനങ്ങൾ കയറാതിരിക്കാൻ കോൺക്രീറ്റിന്റെ ഇരുഭാഗത്തും ഗതാഗത നിരോധന ബോർഡുകളും മറ്റും സ്ഥാപിക്കുകയും ചെയ്തു. 15 ദിവസമെങ്കിലും പരമാവധി വാഹനങ്ങൾ കയറാതെയിരുന്നാൽ മാത്രമേ കോൺക്രീറ്റ് കൃത്യമായി ഉറയ്ക്കുകയുള്ളൂ. എന്നാൽ കോൺക്രീറ്റ് ചെയ്തതിന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ തടസ്സങ്ങൾ എടുത്തുമാറ്റി ഭാരവാഹനങ്ങൾ കയറ്റിയെന്നാണ് വാർഡ് കൗൺസിലർ ഷാജി കുത്തോടി ആരോപിക്കുന്നത്. ഈ റോഡ് ചെയ്തിട്ട് 6 ദിവസമായിട്ടുള്ളൂ. ഏറ്റവും കുറഞ്ഞത് ഭാരവാഹനങ്ങൾ കയറണമെങ്കിൽ 22 ദിവസവും ചെറുവാഹനങ്ങൾ 15 ദിവസവും വേണമെന്ന് എല്ലാവർക്കും അറിയാവുന്നത്. നമ്മുടെ നാട്ടിലേക്കുള്ളൊരു വഴി എന്നുള്ള രീതിയിൽ മറ്റൊരാൾ പുറത്തുനിന്ന് വന്ന ഒരാൾ കയറ്റുന്ന കണ്ടാൽ തന്നെ ഇത് അനുവദിക്കാൻ പാടില്ലാത്ത ഇന്ന് കാണിച്ചത് അങ്ങേയറ്റം അപലീനീയമാണ്. കാരണം ഇവിടെ ഒരു വിവാഹം നടത്തുകയും നിരവധിയായ വാഹനങ്ങൾ ഇതിൻ്റെ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് ഇവിടെ വന്ന് കയറി. ഈ റോഡ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ആര് ഇതിന് സമാധാനം പറയും? കല്ലും ബോർഡും ഒക്കെ ഉണ്ട്. താഴെ ബോർഡ് വെച്ചിരുന്നതാണ്, കല്ല് വെച്ചിരുന്നതാണ്, എല്ലാം തടസ്സപ്പെടുത്തി 2 സൈഡും തടസ്സപ്പെടുത്തിയിരുന്നത്. മനഃപൂർവ്വം ഈ റോഡ് നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഇതിനകത്ത്. ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന വിവാഹ ചടങ്ങിനെ തുടർന്നാണ് തടസ്സങ്ങൾ എടുത്തുമാറ്റി വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയതെന്നാണ് പരാതി. ഇത് കോൺക്രീറ്റ് തകരുന്നതിന് കാരണമായെന്നും കൗൺസിലർ പറഞ്ഞു. വാഹനങ്ങൾ ഇതുവഴി കയറ്റരുതെന്ന് വിവാഹ ചടങ്ങ് നടത്തിയവരെ നേരത്തെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് തടസ്സങ്ങൾ എടുത്തുമാറ്റി വാഹനങ്ങൾ കടന്നുപോയത്. കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. തോപ്രാംകുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 6ാമത് പ്രതിഷ്ഠാ മഹോത്സവത്തിന് ഏപ്രിൽ 22-ന് തുടക്കമാവും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സൂര്യകാലടിമന ജയസൂര്യൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാചാര ചടങ്ങുകൾ നടക്കുന്നത്. തോപ്രാംകുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായാണ് 6ാമത് പ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്നത്. ഏപ്രിൽ 22, 23, 24 തീയതികളിലായി നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സൂര്യകാലടിമന ജയസൂര്യൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വവും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ബിജു വിശ്വംഭരൻ തിരുമേനി കാർമ്മികത്വവും വഹിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. തോപ്രാംകുടി മഹാദേവന്റെ 6ാമത് പ്രതിഷ്ഠാ മഹോത്സവം ഈ വരുന്ന 22/4/2024 മുതൽ ആരംഭിക്കുകയാണ്. വിപുലമായ ഒരുക്കങ്ങളാണ് ഈ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രവും പരിസരവുമായി ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സൂര്യകാലടിമന ജയസൂര്യൻ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകളും പൂജാതി കർമ്മങ്ങളും സൂര്യകാലടി ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നത്. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ദീപാരാധന, പ്രസാദശുദ്ധി, സൂര്യകാലടി, സുബ്രഹ്മണ്യ പൂജ, കലശപൂജ, കലശാഭിഷേകം, അന്നദാനം, പൊങ്കാല സമർപ്പണം, താലപ്പൊലി ഘോഷയാത്ര തുടങ്ങി ക്ഷേത്ര ചടങ്ങുകളും വിവിധ കലാപരിപാടികളും ചിദംബരം സ്കൂൾ ഓഫ് ഡാൻസ് നയിക്കുന്ന നൃത്തനൃത്യങ്ങൾ, തെന്നിന്ത്യൻ ഗായകൻ തേനിമുത്തു നയിക്കുന്ന കരോക്കെ ഗാനമേള, അവസാന ദിവസമായ ഏപ്രിൽ 24-ന് വൈകിട്ട് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയും നടക്കും. ക്ഷേത്രം പ്രസിഡന്റ് ബിജു തോട്ടത്തിൽ, സെക്രട്ടറി സന്തോഷ് കുമാർ പുളിക്കത്തടത്തിൽ, കമ്മിറ്റിക്കാരായ ബിനോയ് വെള്ളൂർ, ഷാജി കോനാട്ട, രതീഷ് വരിക്കാനിയിൽ, മനോജ് വിലാസം, സന്തോഷ് തെങ്ങനാങ്കുഴിയിൽ, വനിതാ സമാജം സെക്രട്ടറി ബിന്ദു PA, ഭരണസമിതി അംഗം ശാന്തമ്മ നാരായണൻ നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഉത്സവാരംഭത്തോടനുബന്ധിച്ച് അന്നദാനപുരയിൽ പാലുകാച്ചൽ ചടങ്ങും നടത്തി. പീരുമേട് പാമ്പനാട്ടിൽ ബിരുദാനന്തര തലത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം വരുത്തുന്നതിന് മുഖാമുഖം സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 23 രാവിലെ 11-ന് പീരുമേട് അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വെച്ച് MG യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും. MG യൂണിവേഴ്സിറ്റി പ്രതിനിധി ലിജിൻ P. മാത്യു വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും. കേരളത്തിൽ ഈ വർഷം മുതൽ ബിരുദ കോഴ്സുകൾ 4 വർഷമാക്കിയിരിക്കുന്നു. 4 വർഷത്തെ ഹോണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയാണ്.
2024-25 അധ്യയന വർഷത്തോടെ ഡിഗ്രി കോഴ്സുകൾ 4 വർഷമാക്കുന്നതിന്റെ ഭാഗമായി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും നിരവധിയാണ്. കോഴ്സുകൾക്ക് എങ്ങനെ അപേക്ഷിക്കണം, മേജർ മൈനർ കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം, ക്രെഡിറ്റ് സിസ്റ്റം, എൻട്രി എക്സിറ്റ് പ്ലാനുകൾ എന്നതിനെക്കുറിച്ചും കൂടുതൽ അറിയാനാണ് മുഖാമുഖം നടത്തുന്നത്. ഇതുവരെയുള്ള ഒരു ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് ഓൺവേർഡ്സ് ഒരു കുട്ടി പഠനം പൂർത്തിയാക്കി ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കി പുറത്തിറക്കുന്ന വരെയുള്ള ഒരു പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഒരു കോളേജാണ്. അപ്പം ഈ കോളേജിൽ പ്രൊസീജിയേഴ്സ് മാറുന്നതോടൊപ്പം തന്നെ ഈ യൂണിവേഴ്സിറ്റി തീരുമാനിക്കുന്നത് പ്രകാരം ഡിഗ്രി പ്രോഗ്രാംസ് 4 ഇയേഴ്സിലേക്ക് മാറുന്ന എൻഡ് ഇയർ, അതായത് +2 പാസ് ഔട്ട് ആവുന്ന മുഴുവൻ കുട്ടികളുടെയും മനസ്സിൽ വരുന്ന ഒരു ആശങ്കയാണ് ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കണം, എങ്ങനെയാണ് ഈ കോഴ്സുകളിലേക്ക് അവരെന്തൊക്കെ തിരഞ്ഞെടുക്കണം, എങ്ങനെയാണ് മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇവരുടെ മനസ്സിൽ നിരവധി ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം ഒരു ട്രയൽ എന്ന രീതിയിൽ തുടങ്ങുമ്പോൾ യൂണിവേഴ്സിറ്റികളും അതിനെക്കുറിച്ച് ടീച്ചേഴ്സിനും കോളേജസിനും ഒക്കെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൽ കോളേജസ് എല്ലാം പഠിച്ചതിന് ശേഷം അധ്യാപകർ അതിനെക്കുറിച്ച് ബോധവാന്മാരായതിനു ശേഷം കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 23 രാവിലെ 11 പീരുമേട് അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വെച്ചാണ് മുഖാമുഖം നടക്കുക. അഭിമുഖത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ www.ayyappacollege.org രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9562673222 9562673666 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കട്ടപ്പന പാറക്കടവ് പള്ളിക്കവല ബൈപ്പാസ് റോഡിൽ 2 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഇടുക്കി അഗ്രികെയർ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ 3ാമത് സംരംഭം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പാറക്കടവ് പള്ളിക്കവല ബൈപ്പാസ് റോഡിൽ വേണാട്ടുശ്ശേരിയിൽ ബിൽഡിംഗിലാണ് IACയുടെ പുതിയ സംരംഭം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയെ കൈപിടിച്ചുയർത്തുന്നതിനായി കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച IACയുടെ പഴം, പച്ചക്കറി, സ്പൈസസ് എന്നിവയുടെ വിഷരഹിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഔട്ട്ലെറ്റാണ് പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഇവിടെ മലഞ്ചരക്കിന്റെ വ്യാപാരം ആദ്യം ആരംഭിച്ചു. അതിനുശേഷം ഇവിടെ കീടനാശിനിയുടെ നല്ല കമ്പനിയുടെ സാധനങ്ങൾ തന്നെ വിൽക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ആരംഭിച്ചു. അതിനുശേഷമാണിപ്പം നമുക്ക് ഈ IAC എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ വളരുന്ന കട്ടപ്പനയ്ക്ക് ഒരു തിലകുറിയായി, ഒരു നല്ല സംരംഭമായി ഇത് ഇവിടെ തീരട്ടെ. ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും എല്ലാവിധ വിജയങ്ങളും ഇതിനുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ട്രഷറർ സാജൻ ജോർജ് കമ്പനി ചെയർമാൻ KN പ്രകാശിൽ നിന്നും ആദ്യ വിൽപ്പന സ്വീകരിച്ചു. മാക്കം, ഡ്രൈഡ് ബീറ്റ്റൂട്ട്, മധുരക്കിഴങ്ങ്, ഏത്തയ്ക്ക, ചക്ക, കടല, പാവയ്ക്ക എന്നിവ കൂടാതെ ഡീഹൈഡ്രേറ്റ് ചെയ്ത ഇഞ്ചി, കാന്താരി, വെളുത്തുള്ളി, മഞ്ഞൾ, മധുരക്കിഴങ്ങ്, കസ്തൂരി മഞ്ഞൾ, മത്തങ്ങ, ക്യാരറ്റ് എന്നിവയുടെ പൊടികളും IACയിൽ ലഭ്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനായി എണ്ണ ചേർക്കാതെ എയർ ഉപയോഗിച്ചാണ് ചിപ്സുകൾ ഉണക്കിയെടുക്കുന്നത്. കൂടാതെ വിവിധ തരത്തിലുള്ള തേയിലച്ചെടികളും ഫ്ലേവറുകളും സ്പൈസസുകളും IAC ഔട്ട്ലെറ്റിൽ ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ KN ഷാജി, KP ജിലു, ലോഹിതാക്ഷൻ, MN മോഹനൻ, ജോർജ് മാത്യു, പ്രകാശ് നാരായണൻ, അഭിനന്ദ് M എന്നിവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഉപ്പുതറ 9 ഏക്കർ മത്തായിപ്പാറ ബൈപ്പാസ് റോഡിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ അല്പം ഓഫ് റോഡ് യാത്ര അറിഞ്ഞിരിക്കണം. വർഷങ്ങളായി പൊളിഞ്ഞുകിടക്കുന്ന ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. 9 ഏക്കർ കുരിശുപള്ളി മുതൽ മത്തായിപ്പാറ വരെയുള്ള ഭാഗത്താണ് യാത്രാക്ലേശം രൂക്ഷമായിരിക്കുന്നത്. റോഡിന്റെ മിക്ക ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ വലിയ ഗർത്തങ്ങളായി മാറിക്കഴിഞ്ഞു. 9 ഏക്കർ കുരിശുപള്ളി ഭാഗത്തെ കയറ്റത്തോട് ചേർന്നുള്ള ടാറിംഗ് ഇളകി വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്.
ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ 2 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശമായതിനാലാണ് റോഡിനോട് അവഗണന കാണിക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. പലതവണ പഞ്ചായത്തിൽ പല അധികൃതരെയും അവരുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചിട്ട് പോലും ഇതിനൊരു തീരുമാനമെടുക്കുകയോ ഇതിനൊരു മുൻകൈ എടുക്കുകയോ ചെയ്തിട്ടില്ല. ഇതിൽ ഒന്നിലധികം മെമ്പർമാർ ഉൾപ്പെടുന്നതുകൊണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല, വളരെ ശോചനീയാവസ്ഥയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ ഈ ടാങ്കിൻ്റെ താഴെ കിടക്കുന്ന കുറച്ച് താഴെയായിട്ട് വളരെ ഒരു കട്ടിങ് ആയിട്ട് കിടക്കുകയാണ്. ഇതാരും ചെയ്യുകയോ ഇതിന് മുൻകൈ എടുക്കുകയോ ഇതുവരെ ആരും രംഗത്ത് വന്നിട്ടില്ല. ഇനി ഇതിനൊരു മാറ്റം വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ജനങ്ങൾ മൊത്തം. മുമ്പേക്കർ നിവാസികൾ ഇതിനു വേണ്ടി ഒരുപാട് പൊരുതുകയും ഇതിനു വേണ്ടി റോഡിന് വേണ്ടി ഒരുപാട് പ്രാവശ്യം ധർണകളും അതും ഇതൊക്കെ നടത്തിയിട്ട് പോലും ഇതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ആനപ്പള്ളം, മത്തായിപ്പാറ തുടങ്ങി മറ്റു മേഖലകളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ബൈപ്പാസ് റോഡ് കൂടിയാണിത്. എന്നാൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന് ശപമോക്ഷം നൽകുവാൻ അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. കൂടാതെ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ആശുപത്രി ആവശ്യങ്ങൾക്കും മറ്റും ടാക്സികൾ ഇതുവഴി വരാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. എത്രയും വേഗം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനവിസ്തൃതി വർദ്ധിപ്പിക്കണമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇടുക്കി പോലുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായും വനമാകും. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാത്തതുകൊണ്ട് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആശ്വസിക്കാമെന്നും ജോയ്സ് ജോർജ്. ജപ്തി നടപടിക്കിടെ ആത്മഹത്യ ചെയ്ത വീട്ടമ്മയുടെ മൃതദേഹവുമായി SNDP യോഗം പ്രവർത്തകർ നെടുങ്കണ്ടം സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധിച്ചു. സമരം ഷീബയുടെ ആശ്രിതർക്ക് ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് 22-ന് ഹിയറിംഗ് നിലനിൽക്കെ തിടുക്കപ്പെട്ട് ജപ്തി നടപടിയിലേക്ക് നീങ്ങിയത് വ്യക്തമാക്കണമെന്നും നേതാക്കൾ. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDYF കട്ടപ്പനയിൽ യുവാവേശം സംഘടിപ്പിച്ചു. ഇടുക്കിയിൽ എതിരില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഡീൻ കുര്യാക്കോസ് എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം. ഇടമലക്കുടി പഞ്ചായത്തിലെ വീടുകളുടെ 2ാം ഘട്ട വൈദ്യുതീകരണ പദ്ധതി 1.5 വർഷമായി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. 1.5 വർഷം മുമ്പ് ആരംഭിച്ചത് പഞ്ചായത്തിലെ കണ്ടത്തിക്കുടി, ഷെഡ്ഡുകുടി, അമ്പലപ്പടി, നടുക്കുടി, ആണ്ടവൻകുടി എന്നിവിടങ്ങളിലെ 150 വീടുകളിൽ വൈദ്യുതി എത്തിക്കുന്ന പദ്ധതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.